ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ്. അപ്പോൾ ആ ബഹുമാനവും ആ റെസ്പെക്റ്റൊക്കെ ഞാൻ കൊടുത്തുകൊണ്ട് അപ്പോൾ എനിക്ക് വേണ്ടി ഒരു പാട്ട് 2 പാട്ട് പാടിത്തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഏറ്റവും വലിയ കിട്ടുന്ന നമുക്ക് അവാർഡിന് തുല്യമാണ്. നമ്മൾ ജനിച്ചു വളർന്ന നാട്ടിൽ വരുമ്പോൾ അവർ നമ്മളെ സ്വീകരിക്കുന്നത്, അവർ നമ്മളോട് പെരുമാറുന്നത് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി വളരെ സ്നേഹത്തോടു കൂടിയുള്ള അവരുടെ പെരുമാറ്റം ഉണ്ടല്ലോ, അതിൻ്റെ നാടിൻ്റെ ഗുണമാണ്. ഞാൻ ഈ നാട്ടിൽ ജനിച്ച് വളർന്നുകൊണ്ട് ഞാൻ എന്നും അഭിമാനിക്കുന്നു. എൻ്റെ നാട്ടുകാരെ അത്ര ടോപ്പാണ്. അപ്പോൾ ഇക്കയുടെ സോങ്ങിലേക്ക് നമുക്ക് കിടക്കാം. ഇക്ക പാടില്ലേ? ഓ ആ. കുറ്റം കൂടാതുള്ള നരന്മാർ കുറയും ഭൂമിയിൽ എന്നുടെ ദാദാ, ലക്ഷം മനുഷ്യർ കൂടുമ്പോൾ അതി ലക്ഷണമുള്ളവരൊന്നോ രണ്ടോ, ഉടലതി രമ്യമൊരുത്തനു കാൽക്കൊരു മുടവുണ്ടവനു നടക്കും നേരം, മറ്റൊരു പുരുഷൻ സുന്ദരനെങ്കിലും ഒറ്റ കണ്ണുണ്ടായതു ദോഷം, കാഴ്ചക്കാരു ചിരിച്ചു തുടങ്ങും ചേർച്ചക്കിവനും ചിതമല്ലല്ലോ, നല്ലൊരു വിദ്വാൻ ഒരുവനു വായിൽ പല്ലുകളൊന്നും കാണാനില്ല, പല ഗുണമുള്ളൊരു പുരുഷനവന്റെ തലമുടിയൊക്കെ നരച്ചു വെളുത്തു, തിലകക്കുറിയും ചൊടിയും കൊള്ളാം തലയിലവനൊരു രോമവുമില്ല, മിക്കതുമൊരുവനു ലക്ഷം ശ്ലോകമൊരിക്കൽ കേട്ടാലെങ്ങു ഗ്രഹിക്കും, വിക്കുകൾ കൊണ്ടതു പറയാൻ വയ്യ സൽഗത വളരെ അറിഞ്ഞൊരു ദേഹം, കംസൻ കൃഷ്ണൻ പൂതന ഇതെന്നാം കഥയിൽ, നല്ലൊരു ജാതിയിൽ വന്നു പിറന്നു നല്ലൊരു ഗുണങ്ങളുമുണ്ട്, ഹരി എന്നതായോരക്ഷരം അവനുടെ അരികിൽ കൂടെ പോയിട്ടില്ല. അടിപൊളി, സൂപ്പർ, ഒന്നും പറയില്ല കേട്ടോ, അടിപൊളി. ഇതൊരു വളരെ വ്യത്യസ്തമായിട്ടൊരു സംഗീതമാണ് ഇപ്പോൾ ആശ്രയിച്ചിരിക്കുന്നത്. അടിപൊളിയായിട്ട് ഇക്ക പാടിയിട്ടോ, ഒരു രക്ഷയില്ല, പൊളിയാണ്. അയ്യോ, ആദ്യമായിട്ടാണ് ഇക്കേന്റെ ശബ്ദത്തിൽ നിന്ന് ഇങ്ങനെ പാട്ട് കേൾക്കുന്നത്. നമ്മളെ ചെറുപ്പത്തിൽ പഠിച്ചൊരു പാട്ടാണ് ആണല്ലേ.